സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകൾ ഒഴുകുന്നു. സംസ്ഥാനത്ത് 10 ലക്ഷത്തിലധികം അപേക്ഷകളെത്തി. ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ സമയപരിധി അവസാനിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ അടിയന്തര കൗൺസിൽ വിളിച്ച ലിസ്റ്റ് അംഗീകരിച്ചു. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി അപേക്ഷിച്ചവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞതോടെ അവയുടെ പരിശോധനയിലേക്ക് കടക്കുകയാണ് സർക്കാർ. അപേക്ഷകൾ അംഗീകരിച്ച് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ശനിയാഴ്ചയായിരുന്നു ഇതിന്റെ അവസാന തീയതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം മാത്രം അജണ്ടയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ചേർന്നു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മറ്റു പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് പെൻഷന് അർഹത. പ്രതിമാസം 1000 രൂപയാണ് പെൻഷൻ ലഭിക്കുക. മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുക. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. കൗൺസിൽ അംഗീകരിക്കാത്തതുകൊണ്ട് അർഹരായവർക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നത് കണ്ടാണ് അടിയന്തര കൗൺസിൽ ചേർന്നതെന്ന് മേയർ പറഞ്ഞു. നമ്മുടെ കൗൺസിൽ അംഗീകരിക്കാത്തതുകൊണ്ട് നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള ആർക്കും തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക അർഹത ഉള്ള ആളുകൾക്ക് ഇത് ലഭിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഞങ്ങൾ പ്രത്യേകം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ന് ഡാറ്റ എൻട്രി ചെയ്ത് ഈ ഒരു ക്രൈറ്റീരിയ എല്ലാവരും പാലിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെ ലിസ്റ്റും ഞങ്ങൾ ഇന്ന് തന്നെ സർക്കാരിലേക്ക് അയക്കുന്നതായിരിക്കും. കൗൺസിലിൽ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് പങ്കെടുക്കാത്തതിനെതിരെ നോട്ടീസ് നൽകാനും മേയർ നിർദ്ദേശം നൽകി. സ്ത്രീ സുരക്ഷാ പദ്ധതിയെ ഏറെ പ്രാധാന്യത്തോടെയാണ് പൊതുസമൂഹം കണ്ടത്. യാതൊരു പെൻഷനും ലഭിക്കാത്തവർക്ക് സർക്കാരിന്റെ കരുതൽ എന്ന നിലയിലാണ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.